വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരായിരം പൂക്കൾ എന്ന് പറഞ്ഞാൽ നമസ്കാരം. കാരണം ജിഷയുടെ പൂവാണ്. ജിഷ സംരക്ഷിക്കുന്ന അടിപൊളി നല്ല റോസപ്പൂക്കളാണ്. പൂക്കളുടെ വീഡിയോ ഒന്നുമല്ല ഇന്ന് എടുക്കാൻ വന്നത്. ഇന്ന് ഞങ്ങളെ ഒരു റോഡ് ട്രിപ്പാണ്. എന്തുകൊണ്ടാണ് റോഡ് ട്രിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, ചേട്ടാ ഓസ്ട്രേലിയയിൽ ഉൾഗ്രാമങ്ങളൊന്നും വികസിതമല്ലേ, അവിടെ ഒന്നുമില്ല എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പം നമ്മളെ ഓസ്ട്രേലിയ എങ്ങനെയുണ്ട് കാണാൻ കുറച്ച് നല്ല ഭംഗിയുള്ള കാര്യങ്ങളും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന, അത് ഞങ്ങൾ സെൻട്രൽ വിക്ടോറിയയ്ക്കുള്ള റോഡ് ട്രിപ്പാണ്. ഞാൻ അതുവഴി കയറി പോകണമെന്നാലും കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ സെൻട്രൽ വിക്ടോറിയയുടെ സ്ഥലങ്ങളൊക്കെ വികസിതമാണോ, അവിടെ ട്രെയിൻ സർവീസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ആ സ്ട്രീറ്റുകളൊക്കെ നടന്ന് നോക്കാം. അതുകൂടാതെ നമുക്ക് ഹിഡൻ ജെംസ് ആയിട്ടുള്ള മനോഹരമായ നല്ല കിടുക്കൻ കാഴ്ചകളാണ് ഈ റോഡ് ട്രിപ്പൊക്കെ വരുന്നത്. പപ്പായും മമ്മിയും ജിഷ എല്ലാവരും തയ്യാറായില്ലേടി? അപ്പോൾ നമുക്ക് നമ്മുടെ ഓസ്ട്രേലിയ വികസിതമാണോ എന്നറിയാനുള്ള കുഞ്ഞു റോഡ് ട്രിപ്പിലേക്ക് എല്ലാവർക്കും വളരെ ഹാർദവമായ സ്വാഗതം. അത് വേണ്ടായിരുന്നു. ജിജോ എല്ലാം റെഡിയല്ലേ? പോയേക്കാം അനു. ആ ഇവിടെ ഫോട്ടോ സെക്ഷൻ നടക്കാണ് രാവിലെ. പപ്പായുടെ പേഴ്സണാലിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ പപ്പയുടെ ഗ്ലാസ് എന്തി വെച്ച് കാണട്ടെ, നോക്കട്ടെ. ഗ്ലാസ് എടുത്തോണം, കാരണം വെയിലൊക്കെ ഉള്ള എപ്പോഴാ പോലീസ് പ്രതാപൊന്നും പോയിട്ടില്ലല്ലേ? കിടു അമ്മി റെഡിയല്ലേ? ഓക്കെ ലെറ്റ്സ് ഗോ. എല്ലാം റെഡിയല്ലേ? പോയേക്കാം. ഗ്ലാസ്സൊക്കെ വെച്ച് ചകർപ്പാണല്ലോ മോളിൽ, പുതിയ ഗ്ലാസ്സൊക്കെ വെച്ച്. പിന്നെ മറ്റേ ഗ്ലാസ് ഒന്ന് വെച്ച് കാണട്ടെ, നോക്കട്ടെ. പപ്പ ഇപ്പോൾ ഗ്ലാസ് വെപ്പിച്ച് ഞാൻ കാണിച്ചതേ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടോ. അത് കൂളിംഗ് ഗ്ലാസ് അല്ലേ? പിന്നെ മറ്റേ സാധാരണ ഗ്ലാസ്. ഓക്കെ ഓക്കെ, എന്നാൽ വിട്ടാലോ. ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടങ്ങി. പപ്പായും ജിജോ ഇപ്പം നമ്മൾ വളരെ സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴത്തേക്ക് ജിജോ ഒന്നും ഇല്ലായിരുന്നില്ല. ഈ പ്രാവശ്യം ജിജോ ഒക്കെ ഉണ്ടാകും. അതാണ് നമ്മുടെ സന്തോഷം. യാത്ര പോകാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയെല്ലാം ഒന്നിച്ച് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സന്തോഷം കിട്ടുന്നത്. അത് മാനസിക ഒരു ഉല്ലാസമാണ്. സ്ഥലം കാണുക എന്ന് മാത്രമല്ല, ഒരു മാനസിക സന്തോഷം. ഈ വർക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒരു മാനസിക സംഘർഷം കുറച്ചുകൊണ്ടുള്ളൊരു യാത്ര, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഇടവഴിയിലൂടെ, ആരും കാണാത്ത വിജനമായ വഴിയിലൂടെ അല്ല, കുറേ പേരൊക്കെ ഉണ്ട്. ഏതായാലും നമുക്ക് നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട്ട്, നമ്മൾ വീടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടുത്തെ കാഴ്ചകളെല്ലാം വരുന്നത്. അപ്പം നേരെ നമുക്ക് നമ്മുടെ യാത്ര അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. പപ്പ മറ്റേ സാധനം ഇതിലായിട്ടും തീർന്നിട്ടില്ല. അച്ചാറിടാൻ നമ്മൾ പറിച്ചില്ല ഇതിലായിട്ടും കേട്ടോ. അല്ല ആപ്പിളല്ല, നമ്മുടെ വൈൽഡ് പ്ലം ഇഷ്ടം പോലെ. അതെ അതെ, ആപ്പിളല്ല വൈൽഡ് പ്ലം. സൈഡ് മുഴുവൻ നിൽക്കുന്നുണ്ട്, റോഡ് സൈഡ് മുഴുവൻ വൈൽഡ് പ്ലം. അയാൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പപ്പ നമ്മുടെ അവിടെ പോയപ്പോഴത്തേക്ക് അതെ അതെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഇറങ്ങി പറിക്കാം. നമുക്ക് വൈനിടാൻ പറ്റിയ സാധനം. അപ്പോൾ അച്ചാറും വൈനും അതെ 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 വാറ്റ കുക്കറും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാ പതുക്കെ വിട്ടാലോ? അതെ അതെ. കിയയുടെ കാർ കിടക്കുന്നില്ല, അത് എടുക്കണമെന്നൊരു താല്പര്യമുണ്ട്. കാരണം നല്ല സ്പീഷ്യസാണ്, നല്ല മൈലേജ്. നമ്മളാരും സാറിന് ഇങ്ങനെ ഇവിടെ വന്ന മൈലേജുകൾ വളരെ കുറവാണ് നോക്കുന്നത്, പക്ഷേ എങ്കിലും നല്ല മൈലേജ് ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല സ്പേഷ്യസ്, അതാണ് നമുക്ക് ആവശ്യം. ഡീസൽ വേർഷൻ 2.2-ൻ്റെ അത് എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം ഏതായാലും. ഇപ്പോൾ ഏതായാലും ജിജോ ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെ നഗറ്റ്സ് മേടിക്കാൻ പിള്ളേർക്ക് ഇടക്കൽ ആശ്വാസം. അത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ വീണ്ടും മെൽബൺ ടൗണിലൂടെ ഊഴ്ന്നിറങ്ങിയല്ല അതുവഴി കയറി ഇറങ്ങി നമ്മൾ എങ്ങോട്ടാ ഡെയിൽസ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വീടൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട്. കിട്ടിയോ ചിക്കൻ നഗറ്റ്സ്? കിട്ടിയോ? ആ അതെ, ചിക്കൻ നഗറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് വന്നേക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ പോകുമ്പോൾ? ഒരു ഈ സ്ഥലത്തിൻ്റെ പേര് വുഡൻ്റെ അല്ലേ? വുഡൻ്റെ എന്ന് പറയുന്നത് നല്ല കിടുവൊരു സ്ഥലം. ആദ്യമായിട്ടാണ് ഇതുവഴി പാസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം നമ്മുടെ വീട് എടുത്തേക്കുന്ന എയർബിഎൻബി എടുത്തേക്കുന്നതിന് അവിടുന്ന് ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ട്രിപ്പ് വേണം. അപ്പം നമ്മൾ ഏകദേശം 12:30 മണി. അപ്പോൾ ഇവിടെ ഇരുന്ന് എവിടെയെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കുന്നല്ലേ. അപ്പോൾ ഞങ്ങളിങ്ങനെ പാർക്കൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, എവിടെ ഇരുന്ന് എല്ലാവർക്കും കൂടി ഇരുന്ന് വിശാലമായിട്ടൊന്ന് കഴിക്കാനായിട്ട്. ഈ ചോറ് വേറെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ?
ചെറിയ രീതിയിൽ അതെ. അപ്പോൾ നമ്മുടെ ഒരു പാർക്ക് അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതായത് നോക്കിയിട്ട് നമുക്ക് പറ്റിയ സ്ഥലമാണെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കണം. എന്നാ ഈ കഴിക്കുന്നേ? ചോറും തട്ടുമുട്ടും ഒക്കെ. ഞാൻ പറഞ്ഞില്ലേ ജിയോയാ ആള് എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞില്ല. ചിക്കന് ഒരു കാലല്ലേ, അടുത്ത കാല് വേറെ ഇത് 2 കാല്. അത് നല്ലൊരു സ്ഥലം നമ്മൾ ഇരിക്കുന്നത്, നല്ല തണലാണ്. തൊട്ടപ്പുറത്ത് കണ്ടില്ല സ്വിമ്മിംഗ് പൂൾ. അത് അവിടെ പിള്ളേർക്കുള്ള സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളെല്ലാം ആണ്. അവർക്ക് ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് അവിടുത്തെ ചെറിയ തോതിൽ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നു. വണ്ടിക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഈ സ്ഥലങ്ങളിലുണ്ട്. കൊള്ളാം. എൻ്റെ ജിജോ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയുണ്ട്. ആണോ? അനുവന്നെ ഒറ്റയ്ക്ക് മാറിയിരുന്ന് കഴിക്കുന്നത്, ഒറ്റയ്ക്ക് ഇടയില്ലാത്തണ്ടല്ലേ? മതിയല്ലോ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പം നമ്മൾ ഈ നിൽക്കുന്ന സിറ്റിയുടെ പേരാകുമ്പോൾ വുഡൻ്റെ അല്ലേ? വുഡ്ലാൻഡ് വുഡൻ്റെ. അപ്പോൾ വുഡൻ്റെ ജസ്റ്റ് അതിൻ്റെ ഓരത്തൂടെ ഒന്ന് നടക്കാം. അത് കഴിഞ്ഞ ഉടനെ നമ്മളിവിടെ ഹാങ്ങിങ് റോക്ക്, ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഹാങ്ങിങ് റോക്ക്. പഴയ കാലത്തുള്ളൊരു റോക്ക് ഫോർമേഷനാണെന്നാണ് പറയുന്നത്. കുറേ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലയോ? അവിടെ ഈ ഹാങ്ങിങ് റോക്കിൻ്റെ അവിടെ കുറേ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞു. ഏതായാലും നമുക്ക് നേരെ ഈ സിറ്റിയുടെ ഓരത്തൂടെ ചെറുതായിട്ട് നടന്നിട്ട് നേരെ ഹാങ്ങിങ് റോക്ക്. ഈ ഇപ്പുറത്തോടുള്ള സ്ഥലങ്ങളെല്ലാം മാസിജൻ റേഞ്ചേഴ്സ്, വെൽക്കം ടു മാസിജൻ റേഞ്ചേഴ്സ്. അവിടെയാണ് നമ്മുടെ ഈ ഹാങ്ങിങ് റോക്ക്. അവിടെ ഹാങ്ങിങ് റോക്ക് കണ്ടില്ലേ? അങ്ങനെ കുറേ കാര്യങ്ങൾ, നല്ല ചർച്ചുകൾ, നല്ല റെസ്റ്റോറൻറ്റ്സ്, നല്ല സീനിക് ഡ്രൈവ്, ഇതെല്ലാം ഉള്ള സ്ഥലമാണ് മൗണ്ട് ഹാങ്ങിങ് റോക്ക് ആൻഡ് മൗണ്ട് മാസിജൻ. നമ്മൾ ഇപ്പം നമ്മൾ നടക്കുന്ന വുഡൻ്റെ, ഈ ഡെയിൽസ്ഫോർഡ്, ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഹാങ്ങിങ് റോക്ക്, ഈ സ്ഥലങ്ങളൊക്കെ സെൻട്രൽ വിക്ടോറിയയാണ് കേട്ടോ. അതായത് നമ്മുടെ മെൽബൺ സിറ്റിയുടെ ഇപ്പുറത്താണ്. ഞങ്ങൾ താമസിക്കുന്ന സൗത്ത് ഏറ്റവും താഴെ ഒരു മുനമ്പിലാണ് താമസിക്കുന്നത്. അതിൻ്റേതായ ബ്യൂട്ടി ഉണ്ട്. ഇവിടെ ഇതിൻ്റേതായ ബ്യൂട്ടി ഉണ്ട്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കുഞ്ഞ് ക്യൂട്ടൊരു ടൗൺ. ഇവിടെ റിച്ചീസ് ഉണ്ട്, വൂൾവർത്ത്, കോൾസ്. നല്ല സ്ഥലമാണ് കേട്ടോ, നല്ല കിടുക്കാച്ചി സ്ഥലം. ആ കാണുന്നതെല്ലാം മൗണ്ട് മാസിജൻ്റെ നാഷണൽ പാർക്കിലാണ്. മുകളിൽ കാണുന്ന വലിയ പാർക്കും കാര്യങ്ങളെല്ലാം കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം. കുറേ അട്രാക്ഷൻസ് ഉണ്ട് ഇവിടെ കാണാനായിട്ട്. ഇവിടെ നിന്ന് ഈ സ്ട്രീറ്റ് തുടങ്ങുന്ന ഇവിടം തൊട്ടാണ്. ഇവിടം താഴോട്ട് പബ്ബുണ്ട്, വിശാലമായ പബ്ബ് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. കിടുക്കൻ സ്ഥലം. അത് വലിയ തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഒരു 1-1:30-2 മണിയായി. വേണ്ട ബാർ ആൻഡ് ബിസ്ട്രോ എഴുതി വെച്ചിട്ടുണ്ട്. ബാറാണ്. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിസ്സ ഷോപ്പുകൾ, ചെറിയ ചെറിയ സുവനീറിൻ്റെ കടകൾ, അതെല്ലാം ഈ സ്ഥലത്തുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഇതാണ് നമ്മുടെ വുഡൻ്റെ സ്റ്റേഷൻ അല്ല. ഇവിടുന്ന് ചെറിയൊരു സ്റ്റേഷൻ, പഴയ ഇതൊക്കെ ഒത്തിരി ഹിസ്റ്ററി നടക്കുന്ന സ്റ്റേഷനാണ്. കാരണം കോളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലേ. അതായത് നമുക്കൊന്ന് കയറി നോക്കാം. അവിടെ ട്രെയിൻ എന്തെങ്കിലും വരുന്നുണ്ടോ, പ്ലാറ്റ്ഫോമൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ബെൻഡിഗോയെ അവിടെ ഇവിടെ എല്ലാം പോകുന്ന ട്രെയിൻ, മെൽബണൊക്കെ പോകുന്ന ട്രെയിൻ ഇതുവഴി പോകുന്നുണ്ടോ. നല്ല 2 പ്ലാറ്റ്ഫോമാണ്. ഇപ്പം ട്രെയിൻ വരുമെന്ന് തോന്നുന്നു. അതായത് വെയിറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നില്ല, ഏതായാലും നോക്കാം കേട്ടോ. പ്ലാറ്റ്ഫോം 1 and 2 ഉണ്ട്. ട്രെയിൻ ബെൻഡിഗോയ്ക്കുള്ള ട്രെയിനാണ് ഇത് വരുന്നുണ്ടോ. ബെൻഡിഗോ കാണുമ്പോൾ എന്താ, ബെൻഡിഗോയ്ക്ക് 1, 2, 3 ബോഗിയുള്ള ചെറിയ ട്രെയിൻ. കാരണം ഇവിടെ നിന്നെല്ലാം ഈ ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം ഡെയിൽസ്ഫോർഡിന് ട്രെയിനുണ്ട്, ബെൻഡിഗോയ്ക്ക് ട്രെയിനുണ്ട്. അവിടെ ഇവിടെ നിന്നെല്ലാം ട്രെയിനുണ്ട്. കുറച്ച് ആൾക്കാരുണ്ട്, അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് പേരുണ്ട് അതിനകത്ത്. ബെൻഡിഗോയ്ക്ക് പോകുന്ന ട്രെയിനാണ് ബെൻഡിഗോ. ഒന്നോ രണ്ടോ പേര് വന്നത്. ആ 2 പേര്, പിന്നെ ഈ 2 പേര്. അധികം ആൾക്കാർ ഇറങ്ങാനുമില്ല കയറാനുമില്ല. കുറച്ച് പേര് അതിനകത്തുണ്ടായിരുന്നു, അങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ ആ ട്രെയിനും പോയി. അങ്ങനെ നമ്മുടെ വുഡൻ്റെ ടൗൺ സെൻറ്ററിന് അതുവഴി ശകലം ഒന്ന് കറങ്ങി. അപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പക്ഷേ കൊള്ളാൻ ചോദിച്ചോ കേട്ടോ, നല്ല സിറ്റിയാണ്. കുഞ്ഞ് എല്ലാ റെയിൽവേ സ്റ്റേഷനും എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാം ഓപ്പൺ സ്വിമ്മിങ്. ഈ പറഞ്ഞ സ്വിമ്മിങ് പൂളാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എല്ലാം കൊള്ളാവുന്ന സിറ്റി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ഹാങ്ങിങ് റോക്ക്. പൂള് കൊള്ളാം അല്ലേ? ഓപ്പൺ പൂളാണെങ്കിൽ അടിപൊളിയാണ് അല്ലേ? നമ്മുടെ അവിടെ ഇൻഡോർ പൂളില്ല വന്താകിലുള്ള. പക്ഷേ ഇത് ഇത് അടിപൊളിയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും വന്ന് ചാടുകയും ഇവിടെ ഈ വുഡൻ്റിലുള്ള ആൾക്കാർക്ക് ഇവിടെ 2 പേരുണ്ട്. അതെ. അപ്പോൾ നമുക്ക് ഓപ്പൺ ആയതുകൊണ്ട് വളരെ സൗകര്യം. എനിക്കൊന്ന് നമ്മുടെ അടുത്തൊക്കെ ഇച്ചിരി ചൂട് കൂടുതൽ, അത് ശ്രദ്ധിച്ചായിരുന്നു. ശകലം. പക്ഷേ ഇപ്പം നല്ല വേദനാണ്. ഇപ്പോൾ 25-26. പക്ഷേ നമ്മുടെ അവിടെ ഇപ്പോൾ ഒരു 3-4 കുറവായിരിക്കും. അതെ അതെ. ഇതാകുമ്പോൾ നല്ല സുഖമാണ്. ഇത് കണ്ടില്ല, ഇതാണ് നമ്മുടെ ഹാങ്ങിങ് റോക്കിൻ്റെ സമ്മിറ്റ് വാക്ക്. ഏകദേശം എത്ര മിനിറ്റാണ് ഈശോ പറഞ്ഞേ? 50 minutes അങ്ങോട്ട്. താഴോട്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് ഇറങ്ങി വരാം. പിള്ളേരെയൊക്കെ സൂക്ഷിക്കണം, അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല റൂട്ടാണ് മുകളിലോട്ട് പോകാനായിട്ട്. അതായത് നല്ല ടാറിട്ട വഴി. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ മുകളിലോട്ട് നിന്ന് പോകാം. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് 2 വഴിയായിട്ട് തിരിയുന്നുണ്ട്. ഒന്ന് അങ്ങോട്ട്, ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ട്. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്റ്റീപ്പാണ്. പക്ഷേ നമുക്ക് ഇതിന് സ്റ്റെയറാണെന്ന് പറഞ്ഞത്. സ്റ്റേഴ്സിൽ കയറി പോകാം. പക്ഷേ ഇതുവഴി പോയാൽ നടന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റേഴ്സിലാണോ നടന്നാണോ പോകുന്നത്? നടന്നു പോകാമല്ലേ? നടന്ന് നേരെ മുകളിലോട്ട് പോയേക്കാം. ഇതെന്നാ സംഭവം എന്നറിയാം. ഇത്
ഇതായത് പഴയ കാലത്ത് ഇവിടെ വോൾക്കാനോ ഉണ്ടായിരുന്ന പറഞ്ഞത്. എന്നിട്ട് ആ വോൾക്കാനോ ഇറപ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ആയതാണ്. കാരണം ഇത് ഒലിച്ചു പോയില്ല, ലാവ ഇല്ലേ, ലാവ ഇങ്ങനെ കൂടി നിന്ന സംഭവം. അതാണ് ഈ സംഭവം എന്നാണ് പറയുന്നത്. എങ്ങനെയാണോ നിങ്ങൾക്ക് കയറാൻ എളുപ്പമാണോ? കയറാൻ ഇഷ്ടമാണോ? ഹൗസ് പിള്ളേർക്ക് പ്രശ്നമില്ല അല്ലേ? അയ്യോ പിള്ളേർക്കേ വലിയ കുഴപ്പമില്ല. വലിയവർക്ക് തടസ്സമുണ്ടോ? പക്ഷെ നല്ല രസമുണ്ട് കാണാം അല്ലേ? ഈ റോക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, എന്നാ രസമോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ റേഞ്ചേഴ്സിൻ്റെ പല ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ. കുഞ്ഞ് ഇഷ്ടപ്പെട്ടോ ഇതേ? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? സമയത്തിന് ഇഷ്ടപ്പെട്ടില്ലടാ? ഗോൾ സീ ലുക്ക്, റോക്സ് കണ്ടില്ലേ? അടിപൊളി റോക്കല്ലേ, നോക്കി. ഇവിടെ മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതറിയാം നിങ്ങൾക്ക്? ഇംഗ്ലീഷ് മൂവീസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പപ്പായും മമ്മി ജിഷയൊക്കെ താഴെ അടിഞ്ഞു, കാരണം അവർ ഇനി മുകളിലോട്ട് കയറുന്നില്ല. പക്ഷേ ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് മുകളിൽ ഒന്ന് കയറി കണ്ടില്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഇതില്ലല്ലോ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ മുകളിലോട്ട് പോകാം. ഈ പറഞ്ഞ കണക്ക് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്, കിഡു സ്ഥലമാണ് കേട്ടോ. പക്ഷേ വന്ന് ഒന്ന് എൻജോയ്. നിനക്ക് ഇഷ്ടപ്പെട്ടോടി? ഈ ലൈക്ക് എന്താ നിനക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട എന്നാ സംഭവം? റോക്സ്, യെസ്. അപ്പോൾ നമുക്ക് ഇനിയും വലിയ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഹാർഡ് പാർട്ട് കഴിഞ്ഞെന്ന് പറയും. അതായത് നേരെ മുകളിലോട്ട് പോകാം. അനു പൂതമ്പാറ താമസിക്കുന്ന ആളാണ്. അയ മലയാളം മണ്ടയ്ക്കൊക്കെ കയറുന്നത്, പക്ഷേ കൈ വടിയൊക്കെ ഉടയൊക്കെ ഉണ്ട്. പിള്ളേർക്ക് പ്രശ്നമാണ്, നമുക്ക് വളരെ നിസ്സാരം അല്ലേ? കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിച്ച അത്ര പാടമില്ല. അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ ഭയങ്കര എളുപ്പമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? കയറിയിട്ട് ഇച്ചിരി പാടല്ലേ? നീ കിടക്കുന്നല്ലോ ശാലോട്. അല്ല ജിജോ വലിയ പോകുമ്പോൾ 5 മിനിറ്റ് 5 മിനിറ്റ് അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ കയറി വരാം ശാലോട്ടുകൾ. ഏതായാലും നമുക്ക് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് സമ്മിറ്റൂടെ ഒന്ന് കയറി ആ 360 വ്യൂ ഒന്ന് കണ്ടിട്ട് പോകാം. അതിന് ഇനിയും പരാജയപ്പെട്ട് പോകരുത്. മണ്ടയ്ക്ക് കയറ്റില്ലേ പോകുള്ളൂ. അത് മതി. കിടു വ്യൂ അല്ലേ ജോ? അടിപൊളി വ്യൂ അല്ലേ? ഫാം ഹൗസുകളാണ് മുഴുവൻ. താഴെ എല്ലാം ഫാം ഹൗസുകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇവിടുന്ന്. കിടു അന്യ വ്യൂ ആണ്. നമ്മൾ സബ്മിറ്റ് വന്നേക്കാം അല്ല മണി? ഏറ്റവും മണ്ടയ്ക്ക് അല്ലേ? ഇവിടെ അല്ലേ ഇതിൻ്റെ മണ്ട? അതെ അവിടെ കണ്ടോ? ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ഒന്നൊന്നര വ്യൂ ആണ്. കിടുവാണ് കേട്ടോ, കിടു. അടിപൊളി കഴിച്ചോ? അണച്ച് അടിപൊളിയാട്ടോ, അടിപൊളിയാടാ. ഇഷ്ടപ്പെട്ടോ? തമ്മച്ചൻ അതിൻ്റെ മുകളിൽ ചെന്നു. ഇച്ചിരിയൊക്കെ മുകളിലോട്ട് പോകാം, പക്ഷേ ഇവിടെ വന്ന് വറുത്തായി കേട്ടോ, നല്ല കിടുവായി. അതിന് ഇനിയും പടി കളയാം കേട്ടോ, ഇനിയും പടി കളയാം. അതെ പിള്ളേരല്ല അതിൻ്റെ മണ്ടയ്ക്ക് തന്നേടാ. പക്ഷേ കിഡു വ്യൂ ആണ്, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇങ്ങനെ നടക്കാൻ പറ്റിയതാട്ടോ. ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പുണ്ട്. പല ഗല്ലിയുണ്ട് ഇങ്ങനെ എൻ്റെ ഇടവഴി. നല്ല വ്യൂ നമുക്കിങ്ങനെ ഇതിൻ്റെ ഇടവഴി കാണാം, ഇല്ല അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ കാണാം. ഇതിൻ്റെ ഇടവഴി നടക്കാൻ അടിപൊളിയാണ്. ഇത് കണ്ടില്ലേ? ഇവിടെ കയറി നിൽക്കാടി. ഇത് കണ്ടില്ലേ? കയറിക്കേ. വീടരുത് മതി അത് മതി. ഇതുവഴി ഇങ്ങോട്ട് വന്നാലും നമുക്ക് നല്ല വ്യൂ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. കിഡു വ്യൂ ഇവിടെയും കാണാൻ പറ്റും. ഇങ്ങനെ അതോട്ട് നോക്കിയാൽ നല്ല മനോഹരമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഡ്രോൺ എടുത്തിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ ഒന്ന് എടുക്കാമല്ലോ എന്ന് കരുതി. പക്ഷേ ആ ഡ്രോണിൻ്റെ ഒരു ഫുട്ടേജ് എന്ന് പറഞ്ഞ വ്യത്യാസം നമ്മൾ എത്ര എടുത്തെന്ന് പറയാമല്ലോ. പക്ഷേ താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഡ്രോൺ അലൗഡ് അല്ല. ആൾക്കാരൊക്കെ കളത്തിൽ പറപ്പിക്കും, പക്ഷേ നമ്മളത് ചെയ്യുന്നത് ശരിയല്ലല്ലോ, നിയമങ്ങൾ പാലിക്കുക. അതുകൊണ്ട് നമ്മൾ ഡ്രോൺ ഫുട്ടേജസ് ഇല്ല, അല്ലാത്ത ഫുട്ടേജസ് മാത്രമാണ്. അതുകൊണ്ടായിരുന്നു എനിക്ക് കിടുവാൻ. പക്ഷേ സംഭവം ഒന്ന് വർത്താണ് കേട്ടോ. ഇവിടം വരെ വന്ന് ഇത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് സെൻട്രൽ വിക്ടോറിയയിലെ ഈ ഹാങ്ങിങ് റോക്ക്. നല്ല നടപ്പുണ്ടല്ലേ? നല്ല രസമുണ്ട് കാണാനായിട്ട്. എത്ര മില്യൺ വർഷം പഴക്കമുള്ളതെന്ന് അറിയാം ഇതൊക്കെ, ഈ ഫോർമേഷൻ ഇങ്ങനെ ആയിട്ട് ഇത് വെച്ചിട്ട്. കിടുവല്ലേ? വന്നത് വർത്തായില്ലേ? നമുക്ക് താട്ടിറങ്ങിയാലോ? വിക്ടോറിയയിലുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്ന് കാണുമായിരിക്കും, പക്ഷേ വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നവർ ഇതൊന്നും ഒന്ന് കാണണം. പിന്നെ പിള്ളേരിങ്ങനെ കുഞ്ഞു പിള്ളേരൊക്കെ ഇതിൻ്റെ വഴി ഓടിക്കളിക്കാൻ നല്ല പ്രശ്നമുണ്ട്. പക്ഷേ എല്ലാവരും നോക്കുമ്പോൾ ഒരു ഓണക്കിരിക്കും, ചിലപ്പോൾ അവർ കൂട്ടം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. ഏതായാലും കാരണം ഈ റോക്കല്ല ചെറിയ ചെറിയ ഗല്ലികൾ അതിനിടയിലുണ്ട്, അതുവഴി കയറി അങ്ങോട്ട് ഇറങ്ങാം. അങ്ങനെ പോകുമ്പോഴേക്ക് നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്, പിള്ളേർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട്. അപ്പം പേരൻസ് കൂടെ കൂടെ നിൽക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് താഴെ ഇനി ഇറങ്ങിപ്പോയാൽ ഇതാ യഥാർത്ഥ ഹാങ്ങിങ് റോക്ക് കേട്ടോ. ഇതാണ് ഹാങ് ചെയ്ത് നിൽക്കുന്നത് കണ്ടില്ലേ? കണ്ടോ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹാങ്ങിങ് റോക്ക്. ഇടിഞ്ഞൊന്നും എത്ര വർഷം പഴക്കമുള്ളതാണെന്നറിയാം. ഈ 2 ബേസിലാണ് സംഭവം നിൽക്കുന്നത്, അവിടെ എവിടെയും കൂടെ. അതെ, ഈ ഹാങ്ങിങ് റോക്കിൻ്റെ അവിടെ വരുന്നവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അയ്യോ അത് $10 അല്ലേ? അതായത് നമ്മൾ എക്സിറ്റ് ടിക്കറ്റ് എന്ന് പറയും, അതായത് എൻട്രിക്ക് ടിക്കറ്റ് നമ്മൾ കൊടുക്കുന്നില്ല, അവിടെ ഇല്ല. പക്ഷേ ഇറങ്ങി പോകുമ്പോൾ ഒരു കാറിന് $10 എന്നാണല്ലോ പറയുന്നത്. പിന്നെ മൗണ്ടൻ ബൈക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കാം. അതൊക്കെ ഇവിടെയാണ് സംഭവം, അതിന് പേ ചെയ്യേണ്ടത്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും കഫേ എല്ലാം ഇവിടെ ഉണ്ട്. കഫേ എൻട്രി കുറേ നമുക്ക് വേണമെങ്കിൽ കാപ്പി കുടിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ.
അതായത് ഇവിടെ വരുന്നവരെ ഈ ടിക്കറ്റ് നമ്മൾ എക്സിറ്റ് ടിക്കറ്റ് എന്ന് പറയും, എൻട്രി ടിക്കറ്റ് അല്ല, എക്സിറ്റ് ടിക്കറ്റ്. അതായത് നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വണ്ടി ഇങ്ങോട്ട് കയറ്റി വിടും, വന്നു കഴിഞ്ഞിട്ട് നമ്മളൊരു $10 അത് അവിടെ പേ ചെയ്തിട്ട് ഇത് അവിടെ ടാപ്പ് ചെയ്തെങ്കിൽ നമ്മൾ ഇറക്കി വിടുള്ളൂ. നമ്മൾ ഇപ്പം ഹാങ്ങിങ് റോക്ക് കണ്ടിട്ട് ഇങ്ങോട്ട് വന്നു. അവിടെ നിന്ന് ഏകദേശം ഒരു 10-25 കിലോമീറ്റർ ഇപ്പുറം, അതായത് ഞങ്ങൾ താമസിക്കുന്ന അക്കോമഡേഷൻ തൊട്ടിപ്പുറത്ത് ഒരു ഫോൾസ് ഉണ്ട്, ഒരു വാട്ടർ ഫോൾസ്. അതിൻ്റെ പേര് ടാൻഡം ഫോൾസ് ഉണ്ട്, അങ്ങനെ കണ്ട. ആ ഫോൾസ് നമ്മളൊന്ന് കാണാൻ പോവാണ്. ചെറിയ വെള്ളം വീഴുന്ന കേട്ടില്ലേ, ഇച്ചിരി അങ്ങോട്ട് ചെന്നിട്ട് നമുക്കതൊന്ന് കാണാം. കിടക്കുന്ന ഒരു ഫോൾസ് ആണെന്നാണ് തോന്നുന്നത്, പക്ഷേ വെള്ളം കുറവാണെന്ന് നമ്മൾ ഇൻഫർമേഷൻ സെൻറ്റർ അന്വേഷിച്ചും പറഞ്ഞു. അതായത് നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ആ ഫോൾസ് ജസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിനൊരു കുളിർമയാക്കാം. ഇതാണ് നമ്മുടെ ഫോൾസിൻ്റെ അങ്ങോട്ടുള്ള വഴി. ഇവിടം വരെ ഉള്ളൂ. നേരത്തെ എനിക്കൊന്ന് അങ്ങോട്ട് ഇറങ്ങാനും തോന്നി, ഇപ്പം അവരത് അടച്ചു വെച്ചേക്കാണ്. പക്ഷേ ഇവിടെ നിന്ന് കഴിയുമ്പോൾ നമുക്ക് മനോഹരമായിട്ട് ഈ ഫോൾസ് കാണാൻ പറ്റും. ഒരൊറ്റ കുഴപ്പമുള്ളൂ, വെള്ളം തീരെ കുറവാണ്. വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. പൊളിയല്ല സംഭവം. എനിക്ക് നല്ല ഷോട്ട് കിട്ടിയിട്ടുണ്ട്, അതിൽ ഡ്രോൺ ഷോട്ട്. പക്ഷേ താഴെ ആൾക്കാരൊക്കെ നേരത്തെ ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചില വീഡിയോക്കകത്ത്. പക്ഷേ ഇപ്പോൾ ആൾ എവിടെ ഇറങ്ങാൻ എങ്ങനെയാണ് നമുക്കൊരു പിടുത്തം കിട്ടുന്നത്. അങ്ങനെ താഴെ പോയി നമുക്ക് ഇച്ചിരി വിഷ്വൽ എടുക്കാൻ. പക്ഷേ ഇതുണ്ടല്ലോ, ഇതിപ്പോൾ എങ്ങനെയാണെങ്കിലും നല്ല കിട്ടുവാണ്, നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. വെള്ളത്തിൻ്റെ ഒരു ഒറ്റ പ്രശ്നമുള്ളൂ, ടാൻഡം ഫോൾസ്. ടാൻഡോ, അതാ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണെന്ന് തോന്നുന്നില്ല, അടിപൊളിയാണ്. കൊള്ളാം, ഫോൾസ് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഫോൾസാണ്. ഇപ്പോൾ നമുക്ക് വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം മറ്റെല്ലാം നമ്മുടെ ആൾക്കാരെല്ലാം കണ്ടിട്ട് മുകളിലോട്ട് പോയി. അപ്പോൾ ഞാൻ ഇച്ചിരി വീഡിയോ എടുക്കാൻ പുറകെ നിന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും നമുക്കിനി നമ്മുടെ അക്കോമഡേഷനിലോട്ട്, ഇവിടുന്ന് 5-10 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ അക്കോമഡേഷനിലോട്ട്. വണ്ടി ഓടിച്ച് നമ്മുടെ അക്കോമഡേഷൻ്റെ ഇവിടെ വന്നേക്കുന്നത് മനോഹരമായ ഒരു കിടു അക്കോമഡേഷനാണ്, ഒരു ഫാം ഹൗസ്. ഞാൻ പറഞ്ഞില്ല, ഈ ഫാം ഹൗസുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ Airbnb തപ്പി ഇങ്ങനെ പല വെറൈറ്റിയുള്ള, വലിയ കാശൊന്നുമല്ല, വലിയ അങ്ങനെ തപ്പി ഞാനിങ്ങനെ കുറേ പരിസരങ്ങൾ കണ്ടുപിടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ താമസിക്കാനൊക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോൾസ് കണ്ടിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ, കുഞ്ഞൊരു പീക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ശരി ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത തുടർന്നുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഫാം ഹൗസ്, അതിൻ്റെ പരിസര പ്രദേശങ്ങൾ ഒന്നൊന്നര വീഡിയോ, കാരണം വേറെ നല്ല കിടു ഒരു നല്ല ലേക്കിൻ്റെ ആംബിയൻസ് എല്ലാം ഉള്ളൊരു വീടാണ്. അപ്പോൾ ആ വീഡിയോ ആണ് അടുത്തത്. അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.